Hi everyone, welcome back to my channel economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എ ഫ്ലെക്സിബിൾ പ്രൈസ് ഫിക്സഡ് മണി വേജ് മോഡൽ. The Keynesian flexible price fixed money wage model is used to explain employment and output determination when money wages are fixed in the short run but prices are flexible. ഷോർട്ട് റണ്ണിൽ മണി വേജസ് സ്ഥിരമായിരിക്കുകയും പ്രൈസ് മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും നിർണ്ണയിക്കപ്പെടുന്നത് എന്നാണ് ഈ ഒരു മോഡൽ വിശദീകരിക്കുന്നത്. The model was developed to show how involuntary unemployment can persist even when prices adjust freely but money wages remain fixed. പ്രൈസിൽ ക്രമീകരണങ്ങൾ വരുത്താൻ കഴിയുകയും മണി വേജ് സ്ഥിരമായി നിൽക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത്. Involuntary unemployment is a situation where those who are willing to work at the prevailing wage rate are not able to find work. നിലവിലുള്ള വേതന നിരക്കിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടായിട്ടും ജോലി കിട്ടാത്ത സാഹചര്യത്തെയാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ആണ് പഠിക്കാനുള്ളത്. ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം ഇക്വിലിബ്രിയം എംപ്ലോയ്മെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ഡിമാൻഡ് ഫോർ ലേബർ ആൻഡ് സപ്ലൈ ഓഫ് ലേബർ. ഇവിടെ എങ്ങനെയാണ് ഇക്വിലിബ്രിയം എംപ്ലോയ്മെൻറ്റ് നിർണ്ണയിക്കപ്പെടുന്നത്? ലേബേഴ്സിൻ്റെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ്. And equilibrium output occurs at the point where aggregate demand is equal to aggregate supply curve. Aggregate demand കർവും aggregate supply കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ അല്ലെങ്കിൽ തുല്യമാകുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് നിർണ്ണയിക്കപ്പെടുന്നത്. നമുക്ക് ഗ്രാഫിന് രണ്ട് ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്, പാനൽ എ പാനൽ ബി. മുകളിൽ കൊടുത്തിരിക്കുന്നത് പാനൽ എ ആണ്, താഴെ കൊടുത്തിരിക്കുന്നത് പാനൽ ബി ആണ്. In panel A, the equality between demand for labor and supply of labor determine the point of full employment LF and the corresponding real wage rate is W0 divided by P0. അതിന് മുൻപ് ഇവിടെ ഗ്രാഫിൽ എ പാനലിൻ്റെ എക്സ് ആക്സിസിൽ എംപ്ലോയ്മെൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ റിയൽ വേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡി എൽ എന്ന് പറയുന്നത് ലേബേഴ്സിൻ്റെ ഡിമാൻഡ് കർവാണ്, എസ് എൽ എന്ന് പറയുന്നത് ലേബേഴ്സിൻ്റെ സപ്ലൈ കർവാണ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് നിർണ്ണയിക്കപ്പെടുന്ന പോയിന്റ് ഏതാണ്? ഡിമാൻഡ് കർവും സപ്ലൈ കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലാണ്. അപ്പോൾ ഇവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എൽ എഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫുൾ എംപ്ലോയ്മെൻറ്റ് എൽ എഫ് ആണെങ്കിൽ അതിനനുസരിച്ച് വരുന്ന റിയൽ വേജ് റേറ്റ് ആണ് W0 ബൈ P0. ഇനി പാനൽ ബി നോക്കാം. പാനൽ ബിയുടെ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ പ്രൈസ് ലെവൽ എന്ന് കൊടുത്തിട്ടുണ്ട്. എ ഡി അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, എ എസ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. A fall in aggregate demand is illustrated by a shift of the aggregate demand curve from AD0 to A1 in panel B. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് AD0യിൽ നിന്ന് AD1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇഫ് ദ പ്രൈസസ് ആർ ഫ്ലെക്സിബിൾ ബട്ട് മണി വേജസ് ആർ ഫിക്സഡ് ദ ഇക്കോണമി മൂവ് ഫ്രം E0 ടു E1. ഇപ്പോൾ ഇവിടെ പ്രൈസസ് മാറ്റങ്ങൾക്ക് വിധേയമാണ്, പക്ഷേ മണി വേജ് ഫിക്സഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സമ്പദ് വ്യവസ്ഥ E0 എന്ന പോയിന്റിൽ നിന്നും E1 എന്ന പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വിത്ത് മണി വേജ് റിജിഡിറ്റി ദ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ബിക്കം W0 AS. ഇനി ഇവിടെ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് പകുതി ഭാഗം മുകളിലേക്ക് പോസിറ്റീവ് സ്ലോപ്പായിട്ട് പോകുന്നുണ്ട്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫിക്സഡ് ആയിട്ടാണ് വരുന്നത്. ഇത് ആ മണി വേജ് റിജിഡിറ്റിനെ കാണിക്കാൻ വേണ്ടിയാണ് ആ ഗ്രാഫിനെ അങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മണി വേജ് ഫിക്സഡ് ആണെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഏതാണ്? W0 AS എന്നുള്ളതാണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് വരുന്നത്. എ fall in the price level to P1 and money wages remaining at W0, the real wage increases to W0 P1 in panel A. ഇപ്പോൾ പ്രൈസ് ലെവൽ P1 ആയിട്ട് കുറയുകയും മണി വേജസ് മാറ്റമില്ലാതെ W0യിൽ തുടരുകയുമാണെങ്കിൽ റിയൽ വേജ് എന്ത് ചെയ്യും? റിയൽ വേജ് വർദ്ധിക്കുന്നു. ആ റിയൽ വേജിലുണ്ടാകുന്ന വർധനവ് W0 ബൈ P1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാനൽ എയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. റിയൽ വേജിലുണ്ടാകുന്ന വർധനവാണ് W0 ബൈ P1. At this real wage, the supply of labor exceeds the demand for labor. ഈ ഒരു റിയൽ വേജിൽ ലേബേഴ്സിൻ്റെ സപ്ലൈ ലേബേഴ്സിൻ്റെ ഡിമാൻഡിനേക്കാൾ കൂടുതലായിരിക്കും. ആൻഡ് ദെയർ ഈസ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഇക്കോണമി ഈക്വൽ ടു CD. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സമ്പദ് വ്യവസ്ഥയിൽ ഒരു ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നു. അത് ഏത് മുതൽ ഏത് വരെയാണ്? പാനൽ എയിലെ CD എന്ന് പറയുന്ന ഭാഗമാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നത്.
ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് റിജിഡിറ്റി ഇൻ മണി വേജസ്. അപ്പോൾ ഇവിടെ മണി വേജ് സ്ഥിരമായതുകൊണ്ടാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായത്. Since LCLF part of the involuntary unemployed workers are ready to work for the equilibrium real wage W0 by P0. ഇൻവോളണ്ടറി അൺഎംപ്ലോയ്ഡ് വർക്കേഴ്സിൽ LCLF എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള ആളുകൾ W0/P0 എന്ന റിയൽ വേജിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. If fall in the real wage from W0/P1 to W0/P0 is acceptable to them. അതായത് റിയൽ വേജ് W0/P1 നിന്ന് W0/P0 ആയിട്ട് കുറയുകയാണെങ്കിൽ അത് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. Because money wages are fixed, a fall in the real wage is possible through an increase in the price level. ഇവിടെ മണി വേജ് ഫിക്സഡ് ആയതുകൊണ്ട് റിയൽ വേജ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് ലെവൽ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ലെവൽ വിൽ ഇൻക്രീസ് ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വർധനവ് ഉണ്ടാവുകയാണെങ്കിൽ പ്രൈസ് ലെവൽ വർദ്ധിക്കും. Thus Keynes advocated for policies that lead to an expansion in aggregate demand, which will shift the aggregate demand curve from AD to AD0. കെയ്ൻസ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡിനെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നയങ്ങൾ രൂപീകരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് AD1 നിന്ന് AD0 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ദ റൈസ് ഇൻ ദ പ്രൈസ് ലെവൽ ഫ്രം P1 to P0 reduces the real wage back to its equilibrium level of W0/P0 and involuntary unemployment is eliminated. പ്രൈസ് P1 നിന്ന് P0 ആയി വർദ്ധിക്കുകയാണെങ്കിൽ റിയൽ വേജ് തിരിച്ചെന്ത് ചെയ്യും? ഇക്വിലിബ്രിയം ലെവലിലേക്ക് തന്നെ എത്തും. അതായത് W0/P0 എന്ന ഒരു ഇക്വിലിബ്രിയം ലെവലിലേക്ക് എത്തും. ആൻഡ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് എലിമിനേറ്റഡ്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റിനെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്യാം. അടുത്ത ടോപ്പിക്ക് ലേബർ സപ്ലൈ ആൻഡ് വേരിയബിലിറ്റി ഇൻ ദി മണി വേജ്. In the classical theory, labor supply depends on the real wage rate. ക്ലാസിക്കൽ തിയറിയിൽ ലേബർ സപ്ലൈനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് റിയൽ വേജ് റേറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഇക്കോണമി ഈസ് എൻഷുർഡ് ത്രൂ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. വേജ് പ്രൈസ് എന്നിവയിലുണ്ടാകുന്ന മാറ്റത്തിലൂടെയാണ് സമ്പദ് വ്യവസ്ഥയിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉറപ്പ് നൽകുന്നത്. A flexible money wage rate is one that falls in the face of an excess supply of labor as workers compete for the available jobs. ഇനി എന്താണ് ഫ്ലെക്സിബിൾ മണി വേജ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലേബേഴ്സിൻ്റെ സപ്ലൈ അധികമാകുന്ന സമയത്ത് വർക്കേഴ്സ് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. നിലവിലുള്ള ജോലിക്ക് വേണ്ടി വർക്കേഴ്സ് തമ്മിൽ ഒരു മത്സരം ഉണ്ടാകുന്നു. ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് വേജ് റേറ്റ് കുറയുന്നു. അതിനെയാണ് ഫ്ലെക്സിബിൾ മണി വേജ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. The money wage rate falls freely whenever there is unemployment. എപ്പോഴാണോ സമ്പദ് വ്യവസ്ഥയിൽ തൊഴിലില്ലായ്മ ഉണ്ടാകുന്നത് അപ്പോൾ മണി വേജ് റേറ്റ് കുറയുന്നു. Thus a reduction in the money wage rate bring the economy back to full employment. ഇത്തരത്തിൽ മണി വേജ് റേറ്റ് കുറയുകയാണെങ്കിൽ സമ്പദ് വ്യവസ്ഥ വീണ്ടും എങ്ങോട്ടെത്തുന്നു? ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തുന്നു. In Keynes theory, labor supply depends on money wage rate. ഇനി കെയ്ൻസിൻ്റെ തിയറിയിൽ ലേബേഴ്സിൻ്റെ സപ്ലൈ എന്തിനെ ആശ്രയിച്ചിരിക്കും? മണി വേജ് റേറ്റിനെ ആശ്രയിച്ചിരിക്കും. ഇക്കോണമി ഈസ് നോട്ട് ഏബിൾ ടു എൻഷുർ ഫുൾ എംപ്ലോയ്മെൻറ്റ് ബിക്കോസ് ദ റിജിഡിറ്റി ഓഫ് മണി വേജസ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരിക്കലും ഫുൾ എംപ്ലോയ്മെൻറ്റ് നേടിയെടുക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഡൗൺവേർഡ് ഡയറക്ഷനിൽ മണി വേജ് സ്ഥിരമാണ്. അത് മണി വേജ് കുറയ്ക്കാൻ കഴിയില്ല. In the general theory, Keynes assumed that workers are unwilling to accept a cut in money wages in order to secure more employment. ജോലി ഉറപ്പാക്കുന്നതിന് വേണ്ടി മണി വേജ് കുറയ്ക്കുന്നതിനെ ലേബേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. Even though they would accept an equivalent reduction in real wage rate brought about by an increase in the price level while the money wage rate remained unchanged. മണി വേജ് മാറ്റമില്ലാതെ നിൽക്കുകയും പ്രൈസ് ലെവൽ കൂടുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റിയൽ വേജ് കുറയും. ആ റിയൽ വേജിനെ അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എങ്കിലും മണി വേജ് റേറ്റ് കുറയ്ക്കുന്നതിനെ വർക്കേഴ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്.